അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, അങ്ങ് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറയുക. നിങ്ങളുടെ ഭാരം ലഘൂകരിക്കാൻ വേണ്ടിയാണ് കർത്താവ് ശുശ്രൂഷ തന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസത്തോടെ പറയണം നിയോഗം. മാലാവത് ഏറ്റെടുക്കുകയും നിങ്ങൾക്ക് വേണ്ടി ഈശോ അത്ഭുതം പ്രവർത്തിക്കുകയും നിങ്ങളുടെ കൂടെ സാന്നിധ്യം നൽകുകയും ചെയ്യാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥനയിലേക്ക് പോവുകയാണ്. നിങ്ങൾ സന്തോഷത്തോടെ നിങ്ങളുടെ മാനസികാവസ്ഥ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, കർത്താവിൻ്റെ തിരുസന്നിധി വരുമ്പോൾ എല്ലാം പരിഹരിക്കുന്നതിന് മുമ്പിലാണ് നിൽക്കുന്നതെന്നുള്ള ബോധമാണ് നമ്മുടെ സന്തോഷം. കർത്താവെ, ഞങ്ങൾ വ്യത്യസ്തങ്ങളായ ജീവിത ഭാരങ്ങളുമായിട്ടാണ് എഴുന്നേറ്റ് വരണത്. ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ അനേകമാണ്. ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ കഴിവ് കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ തിരുസന്നിധി മാധ്യസ്ഥയിൽ അങ്ങയുടെ നാമത്തിൽ ഞങ്ങളെ ശരണം വെക്കുന്നത്. കർത്താവെ, നിന്നെ ശരണം വെക്കുന്ന അങ്ങയുടെ മക്കളോട് നീ കൃപ തോന്നണം. കർത്താവ്, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അത് നിൻ്റെ കൃപ കൊണ്ട് തന്നെയാണ്. നിൻ്റെ കൃപ കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ പിതാവ് നിന്നിൽ പ്രസാദിച്ചതാണ് ഞങ്ങളുടെ കൃപയെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈശോയെ, നിൻ്റെ നാമത്തിന് നിന്ന് മഹത്വം ഉണ്ടാകട്ടെ. ഈ നാളിതുവരെ ഞങ്ങളെ സന്ധിച്ചതിന് നന്ദി പറയുന്നു. ഇനിയുള്ള ഈ ദിവസത്തിന് അതാത് ദിവസം അതാതിൻ്റെ ഉള്ള ഉത്കണ്ഠകൾ മതിയെന്നങ്ങ് പറഞ്ഞപ്പോൾ ഇന്നത്തെ ഉത്കണ്ഠകൾ അങ്ങയുടെ തിരുസന്നിധിയിൽ പരിശുദ്ധ അമ്മ മുഖേന സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പലതരത്തിൽ ഉത്കണ്ഠകളുണ്ട്. തലമുടി കൊഴിഞ്ഞു പോകുന്നവർ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അത് അവരുടെ മുഖം അപ്പം തന്നെ മാറും. അപ്പം അതുപോലെ തന്നെ കുഞ്ഞാണെന്ന് മറ്റുള്ളവർക്ക് തോന്നിയാലും അവർക്ക് അതെല്ലാം വലുതാണ്. അതുകൊണ്ട് തന്നെ ചെറുതും വലുതുമായ എല്ലാ ദുഃഖങ്ങളും പീഡകളും ഞെരുക്കങ്ങളും ഉത്കണ്ഠകളും കർത്താവെ, നിൻ്റെ തിരുസന്നിധിയിൽ ഈ പ്രഭാതത്തെ സമർപ്പിക്കാൻ ഞങ്ങൾക്ക് ഇടയാക്കിയത് നന്ദി പറയുന്നു. കർത്താവ്, നിൻ്റെ തിരുമുറിവാർന്ന വലതുകരം അങ്ങയുടെ മുമ്പിൽ നമ്മൾ ശിരസ്കരായി നിൽക്കുന്ന അങ്ങയുടെ മക്കളുടെ മേൽ നിൻ്റെ തിരുമുറിവാർന്ന വലതുകരം, ആണിപ്രതാർന്ന അത്ഭുതകരം കർത്താവെ നീ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 38 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത കൃപാസന അൾത്താരെ നടന്ന 10,000 ആരാധന ശക്തിയാൽ ഇപ്പോൾ അങ്ങയുടെ തിരുസന്നിധിയിൽ
നിയോഗം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു നിൽക്കുന്ന എല്ലാ മക്കളും അടിപ്പഴ പോലെ വൈദാക്കാലം പോലെ ദൈവികമായ ശക്തി നിങ്ങളൊക്കെ ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കണ്ണങ്ങൾ ആവശ്യിക്കട്ടെ. കർത്താവിന് മുൾക്കിടന്ന് ഒഴുകുന്ന വിശുദ്ധമായ രക്തം നിങ്ങളുടെ മേൽ തളിക്കപ്പെടട്ടെ. കർത്താവിന് തിരുവിലാവിൽ ഒഴുകുന്ന വിശുദ്ധമായ രക്തം നിങ്ങളുടെ മേൽ ചിന്തപ്പെടട്ടെ. ദൈവത്തിൻ്റെ ഉന്നതമായ നാമത്തിൽ സകലവിധ പാപങ്ങളും സകലവിധ ഭാരങ്ങളും യേശുക്രിസ്തു നാമം നീങ്ങിപ്പോകട്ടെ. കർത്താവ് അന്ധന് കാണിച്ച് നൽകുവനെ, ക്ഷേടനെ കേളി നൽകുവനെ, ഊമനെ സംഭാഷണം നൽകുവനെ, മഹോത്സവപ്പെടുത്തവനെ, തവാരസ്വപ്പെടുത്തവനെ, മരിച്ചു ഉയർപ്പിച്ചവനെ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഇന്നത്തെ യാത്രകളിലെല്ലാം കണ്ടുമുട്ടുന്ന വ്യക്തികൾ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങൾ ഇടപെടുന്ന വ്യക്തികൾ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങൾ ചെന്നെത്തുന്ന സ്ഥലങ്ങൾ, ഇടങ്ങൾ, സന്ദർശിക്കുന്ന കാര്യങ്ങൾ, സംസാരിക്കുന്ന സംഭാഷണ വിഷയങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് നിറയട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഇന്ന് രാത്രി ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം നിർവഹിച്ചുകൊണ്ട് ഞങ്ങൾ കർത്താവ് വിശ്രമത്തിൽ പ്രവേശിക്കുന്നവരെ ദൈവത്തിൻ്റെ കരുണ നിങ്ങൾ ആവശ്യിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വീശ്വരെ നീക്കും. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് കേൾക്കുന്ന സുവിശേഷം, ഇത് നമുക്കറിയാം. ഇന്ന് ആൾക്കാരൊക്കെ ഇതിനെ വിളിക്കുന്നത് അനുദിന അനുഗ്രഹ പ്രാർത്ഥന എന്നതിനേക്കാൾ ഉപരി അവർ ഡെയിലി ബ്രെഡ് എന്നാണ്. വലിയ രസമുള്ള പേരാണ്. കർത്താവ് ഈ ശുശ്രൂഷ ആരംഭിച്ച ദിവസം തന്നെ തന്ന പേരാണ്. ഡെയിലി ബ്രെഡ് എന്ന് നേരെ ഒത്തിരി പങ്ക്തികളുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ. പക്ഷെ ഇതിൻ്റെ പേര് അവർ ഡെയിലി ബ്രെഡ് എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് നമ്മൾ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ആ ഡെയിലി ബ്രെഡിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് സുവിശേഷം വായിക്കാൻ പോകുന്നത്. 12:50 വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12:50 വാക്യം വായിക്കാം. എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കാനുണ്ട്. അത് നിവൃത്തിയാകുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. അപ്പോഴേ ഈ ഞെരുക്കമൊക്കെ വന്നാലേ അത് സ്നാനമായിട്ട് സ്വീകരിക്കണം എന്നാ പറയണ. നമ്മുടെ ക്രിസ്ത്യാനിറ്റിയിലേ ജ്ഞാനസ്ഥാനത്തിൻ്റെ പേര് എന്താ ചില രാജ്യങ്ങളൊക്കെ വിളിക്കണത് എന്താണ്? എൻഗ്രേസ്മെൻ്റ് എന്നാണ്. എൻഗ്രേസ്മെൻറ്റ്. ചിലർ പറയും ക്രിസ്ത്യനൈസ് എന്ന് പറയും. ചില രാജ്യങ്ങളിൽ ജ്ഞാനസ്ഥാനത്തിന് ക്രിസ്ത്യനൈസിങ് എന്ന് പറയും. ചില രാജ്യങ്ങളിൽ ജ്ഞാനസ്ഥാനത്തിന് എൻഗ്രേസ്മെൻ്റ് എന്ന് പറയും. ബാപ്റ്റിസമാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ ക്രിസ്ത്യനൈസിങ് ആയാലും ബാപ്റ്റിസം ആയാലും എൻഗ്രേസ്മെൻ്റ് ആയാലും നടക്കുന്ന സംഭവം എന്താണ്? നമ്മളെ കൃപയാൽ ബലപ്പെടുത്തുന്നു എന്നുള്ളതാണ് സത്യം. എന്ന് വെച്ചാൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസ്, പക്ഷെ അത് എപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ പറയുന്ന ഒരു ജഡികമായ സന്തോഷത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലല്ല. പിന്നെ എന്താണ്? ഞെരുക്കങ്ങളിലാണ്. കർത്താവ് ഞെരുക്കത്തെ വിളിച്ചത് ഞെരുക്കമെന്നല്ല. പിന്നെ നമ്മളെന്തിനാണ് ഞെരുക്കമെന്ന് വിളിക്കണേ? കർത്താവ് ഞെരുക്കത്തെ വിളിച്ചത് ഞെരുക്കമെന്നല്ല. പിന്നെ നമ്മളെന്തിനാ അതിനെ ഞെരുക്കമെന്ന് വിളിക്കണത്? കർത്താവ് ഞെരുക്കത്തെ വിളിച്ചത് ജ്ഞാനസ്ഥാനമെന്നാണ്. ദാറ്റ് മീൻസ് നമ്മുടെ ഓരോ ഞെരുക്കങ്ങളും സാമ്പത്തികമാകാം, ശാരീരികമാകാം, മറ്റ് വ്യക്തികളുള്ള മാനസിക പീഡനമാകാം, വാട്ട് കൈൻഡ് ഓഫ് ട്രബിൾസ് ആൻഡ് ട്രിബുലേഷൻസ്, അതെല്ലാം ഇറ്റ്സ് ഈക്വൽ ടു ബാപ്റ്റിസം. അതെല്ലാം കർത്താവിൻ്റെ ജ്ഞാനസ്ഥാനത്തിൻ്റെ തുടർച്ചയാണ്. ദാറ്റ് മീൻസ് നമ്മുടെ ഞെരുക്കങ്ങൾ ജ്ഞാനസ്ഥാന തുടർച്ചയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് എൻഗ്രേസ്മെൻ്റ് തുടർച്ചയാണ്. എന്ന് വെച്ചാൽ കൃപാവർഷത്തിൻ്റെ തുടർച്ചയാണ്. അപ്പോൾ ഓരോ സങ്കടം വരുമ്പോഴും ഇതെനിക്ക് ഞെരുക്കമാണെന്ന് പറയരുത്. ഞാൻ ജ്ഞാനസ്ഥാനത്തിൽ പെട്ടിരിക്കുന്നു, കർത്താവിനെ എൻഗ്രേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ നന്ദിയോടെയാണ് ക്ലേശങ്ങൾ സ്വീകരിക്കേണ്ടത്. ഓക്കെ. എൻ്റെ പേര് ജീന ജോയി. ഞാൻ പാലാരൂപതയിൽ നിന്ന് വരുന്നു. മൂഴൂർ ഇടവാംഗമാണ്. ഞാനിപ്പോൾ ഇത് 3ാമത്തെ സാക്ഷ്യമാണ് ഇവിടെ നിന്ന് ഈ അമ്മയുടെ അൾത്താരയിൽ കയറി നിന്ന് എനിക്ക് ലഭിച്ച ആ അനുഗ്രഹത്തിന് അമ്മയ്ക്ക് 100 നന്ദി പറയുന്നു. എൻ്റെ ഇന്നത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ ഡിസംബർ 17 ഞാനിവിടെ വന്നൊരു സാക്ഷ്യം പറഞ്ഞതാണ്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നെ ഉടനെ തന്നെ മാതാവ് ഈ അൾത്താരയിൽ കയറ്റി ഒരു സാക്ഷ്യം കൂടി പറയാൻ അനുഗ്രഹം തരുമെന്ന്. അത് ഞങ്ങൾക്ക് 22 വർഷമായിട്ട് എൻ്റെ പപ്പ ഒരു സുഹൃത്തിന് പപ്പയുടെ ആധാരം വീടിൻ്റെ ആധാരം പണയം വെക്കാനായിട്ട് കൊടുത്തിരുന്നതാണ്. അത് തിരിച്ചു കിട്ടാതെ ഞങ്ങൾ ഒത്തിരി വിഷമിച്ച ഒരു സമയമായിരുന്നിത്. മാതാവ് 2002 പപ്പ സുഹൃത്തിന് ആധാരം കൊടുക്കുന്നത്. അന്ന് പപ്പ അത് കൊടുത്തപ്പം ഞങ്ങളതുപോലെ സുഹൃത്തുക്കളായിരുന്നു. പപ്പയുടെ ഒരു കുടുംബ സുഹൃത്ത് പപ്പയായിട്ട് അതുപോലെ ഞാനതുപോലെ പിന്നെ ആ ആളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം ഒരു വിശ്വസ്തതയിൽ ഞങ്ങൾ കൊടുത്തു. ഞങ്ങളതുപോലെ ഒരു നല്ലൊരു
അടുപ്പത്തിലായിരുന്നു കഴിഞ്ഞു പോന്നിരുന്നത്. എന്നെ ഒരു പെങ്ങളെ പോലെ അല്ലെങ്കിൽ അപ്പനെ പോലെ കരുതി എനിക്ക് എല്ലാ സ്വാതന്ത്ര്യത്തോടെയും ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതൊക്കെ പപ്പയ്ക്കും അറിയാം. അല്ലാതെ തന്നെ പപ്പയ്ക്ക് സുഹൃത്തുമായിട്ട് നല്ലൊരു ബന്ധമായിരുന്നത് കാരണം മാത്രമാണ് നമ്മൾ ആധാരം അങ്ങനെ കൊടുക്കാൻ തയ്യാറായത്. എങ്കിലും നമുക്ക് 3-4 വർഷത്തേക്ക് ഇതിനെക്കുറിച്ച് ഞങ്ങളോട് അങ്ങനെ ഒരു ഇത് പറഞ്ഞിരുന്നത് കാരണം നമുക്ക് 3-4 വർഷത്തേക്ക് ഇതിനെക്കുറിച്ച് ടെൻഷനൊന്നുമില്ല. അതങ്ങനെ പോയി. 2012 ആയപ്പോഴത്തേക്കും ഇതാരും അറിയരുതെന്നും പറഞ്ഞ് നമ്മൾ കൊടുത്തു. അതുപോലെ തന്നെ തിരിച്ചെടുത്ത് തരുമെന്നും പറഞ്ഞിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ ആധാരം കൊടുത്ത വിവരം ഞാനും പപ്പയും മമ്മിയും മാത്രം അറിഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ 3 മക്കളാണ്, പക്ഷെ അവർ പോലും അറിഞ്ഞില്ല. ഞങ്ങൾ 3 പേരും മാത്രം അറിഞ്ഞു കൊടുത്തതാണ്. തിരിച്ചതുപോലെ കിട്ടുമെന്നുള്ള വിശ്വാസം ഞങ്ങളിരുന്നു. അതിനിടയ്ക്ക് ഞങ്ങളുടെ 3-നും കല്യാണം കഴിഞ്ഞിട്ടില്ലായിരുന്നു. കല്യാണം എല്ലാം കഴിഞ്ഞു. 2012 ആയപ്പോഴത്തേക്കും പപ്പായ്ക്ക് ഞങ്ങൾക്ക് പാർട്ടീഷൻ നടത്തണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ ഈ ആധാരം തിരിച്ചു ചോദിക്കുന്നു. ആ സമയത്ത് ആ മനുഷ്യന് ഭയങ്കര ബുദ്ധിമുട്ടായത് കാരണം ഇത് തിരിച്ചു തരാൻ സാധിക്കുന്നില്ല. ഉടനെ തരാമെന്നുള്ള ഇതിലങ്ങ് പോയി. 2018 ആയപ്പോൾ ഇത് ജപ്തി നടപടിയായി. 2018 ജപ്തി ആയിട്ട് വീട്ടിൽ നോട്ടീസ് വന്നു. അങ്ങനെ ലോകം ആരും അറിയാതെ കൊടുത്ത സാധനം ലോകം മുഴുവനും അറിഞ്ഞു, പത്രത്തിലായി. അത് ഞങ്ങൾക്ക് ഭയങ്കര വേദനയായി. അങ്ങനെ ഒരു കോടതി നടപടി വരെ എത്തി. കോടതിയിൽ ഞങ്ങൾ ഇതെടുത്ത് പുള്ളിക്ക് 22 കോടിയുടെ ആസ്തിയുള്ളൊരു മനുഷ്യനാണ്. പക്ഷേ ഈ മനുഷ്യൻ ഇത് വിറ്റ് നമുക്കിത് കടം തീർക്കാൻ പറ്റിയില്ല. അങ്ങനെ അതങ്ങ് അന്നേരം 22 കോടി ആസ്തി ഉള്ളത് കാരണം അത് തീർത്തിട്ട് മാത്രമേ ഞങ്ങളുടെ വസ്തുവിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് കോടതിയിൽ നിന്നൊരു ഓർഡർ വന്നു. അങ്ങനെ 2018 തൊട്ട് നമ്മളങ്ങനെ പോയി. അത് കഴിഞ്ഞപ്പോൾ ഉടനെ കൊറോണയായി. 2018 വന്ന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. നമുക്ക് സാധാരണ പോലെ ആ വീട്ടിൽ താമസിക്കാം, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അത് കാരണം എന്താ നമ്മൾ ഈ ആധാരത്തെക്കുറിച്ച് എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണ്, നമുക്കൊരു ബുദ്ധിമുട്ടില്ലല്ലോ എന്നുള്ളൊരു കാഴ്ചപ്പാട് എൻ്റെ മനസ്സിന് എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞു പോയി. ആ സമയത്ത് ഈ 2023 ആയപ്പോൾ ഞാനൊരു പഞ്ചായത്ത് മെമ്പർ കൂടിയാണ്. അന്നേരം ഈ 2023 ജൂലൈ 12 ഉമ്മൻചാണ്ടി സാറിൻ്റെ മരണം നടന്നു. ഞാൻ ആ മണ്ഡലത്തിലെ തന്നെ ഒരു മെമ്പറാണ്. സാറിൻ്റെ പാർട്ടിയിലുള്ളതാണ്. ഇതെല്ലാം ആയിട്ടും സാറിങ്ങനെ നാട് മുഴുവൻ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്ത് നടന്നു. ഞാനും അതിന് അനുഭവസ്ഥയാണ്. പക്ഷേ ഈ ഒരു കാര്യം ചോദിച്ച് മേടിക്കാനോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി സാറിൻ്റെ മുൻപിൽ ഒരു നിവേദനം കൊടുക്കാനോ എനിക്ക് പറ്റിയില്ല. അതെന്നെ എല്ലാവരും കുറ്റപ്പെടുത്താൻ തുടങ്ങി. നിനക്കത് സാധിക്കുമായിരുന്നല്ലോ, നീ എന്തുകൊണ്ട് അത് മേടിച്ചെടുത്തില്ല, നിന്റെ കാരണവന്മാരെ കുറിച്ച് നിനക്ക് വിചാരമില്ലാഞ്ഞിട്ടല്ലേ നീ അത് ചെയ്യാതിരുന്നത് എന്നുള്ള കുറ്റപ്പെടുത്തുകൾ എന്നെ വല്ലാണ്ട് വേദനിപ്പിച്ചു. അന്നേരം ഞാൻ ഇത്ര മാത്രം അവരോട് പറഞ്ഞോളൂ, മരിച്ചുപോയ ഉമ്മൻചാണ്ടി സാറിനെ അല്ല ഞാൻ, ഇന്നും ജീവിച്ചിരിക്കുന്ന ഇപ്പോഴും എൻ്റെ കൂടെയുള്ള ദൈവത്തെ ഞാൻ വിളിക്കുന്നത്. ദൈവം തന്നെ എനിക്ക് ഈ കാര്യം സാധിച്ചു തരുമെന്ന് അന്ന് ഞാൻ എന്നോട് പറഞ്ഞവരോടല്ല, ഞാൻ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല, ഇങ്ങനെ തന്നെ പറഞ്ഞു. എന്നാടേലും അതെനിക്ക് വലിയ വേദനയായിരുന്നു. ആ വേദന തമ്പുരാൻ കണ്ടു. മാതാവ് ഈ ആ മാസം ജൂലൈ 30 തന്നെ ഒരനക്കവും ഇതിനില്ലാതിരുന്ന ഈ ബാങ്ക് നടപടികളുമായിട്ട് 30 ജപ്തിക്കായിട്ട് വീട്ടിൽ വരുന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞ് വീട്ടിൽ വന്നെന്നും പറഞ്ഞ് എന്നെ വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അന്നേരം എന്ത് ചെയ്യണമെന്ന് നമുക്കറിയത്തില്ല. ജപ്തിയായിട്ട് വീട്ടിൽ വന്നാൽ പപ്പയും മമ്മയും വീട്ടിൽ നിന്ന് ഇറക്കി വിടാനായിട്ടാണ് ഇവർ വരുന്നത്. ഞാൻ ഏതൊക്കെയായാലും മാതാവിൻ്റെ കാശ് എൻ്റെ കയ്യിലെടുത്തു. ഞാൻ വചനം എടുത്ത് വായിച്ചു, നെറ്റിയെ തൈലം കൊണ്ട് കുരിശ് വരച്ച്. ഞാൻ എന്നിട്ട് മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ അവരുടെ അടുക്കിലേക്ക് പോകുക, എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്കൊരു ഊഹമില്ല. പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോൾ മാതാവ് തന്നെ സംസാരിച്ചിരിക്കണം. ഒരു കാരണവശാലും പപ്പയും മമ്മിയും വീട്ടിൽ നിന്ന് ഇറക്കി വിടാനുള്ളൊരു സാഹചര്യം ഞാൻ കാരണം ഉണ്ടാകരുതെന്ന്. എന്നാണേലും അവിടെ ചെന്നു ഒരു അഡ്വക്കേറ്റിനെ വിളിച്ച് സംസാരിച്ചു, അവരുമായിട്ട് സംസാരിച്ചു. എങ്ങനെയാണേലും മാതാവ് ഇടപെട്ട് അന്ന് അവർ അവിടുന്ന് ജപ്തി നടപടി ഒഴിവാക്കി പോയി. അത് കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു, നടപടിയായിട്ട് മുന്നോട്ട് പോകും, അതുകൊണ്ട് എത്രയും വേഗം പൈസ തിരിച്ചടയ്ക്കണം. അത് ചെറിയ തുകയൊന്നുമല്ല തിരിച്ചടയ്ക്കാനുള്ളത്, 4,20,00,000 രൂപ. ഇത് എങ്ങനെ അടയ്ക്കും, എന്താകും, ഇതൊന്നും നമുക്കൊരു ഊഹമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു ഏതൊക്കെയായാലും നടക്കും. അവരോട് ഞാനിങ്ങനെ പറഞ്ഞു, ഇത് തമ്പുരാൻ്റെ ഒരു ഇടപെടലാണ്, അതുകൊണ്ട് ഉറപ്പായിട്ടും ഇത് നിങ്ങൾ ഇന്ന് വന്നത് തന്നെ തമ്പുരാൻ്റെ ഇടപെടലാണ്, അതുകൊണ്ട് ഈ കാര്യം നടക്കും, നിങ്ങൾ ഇപ്പോൾ ഉടനെ കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞു പോയി. പക്ഷേ ഒക്ടോബർ 30 ഒരു വൺ ഡേ സെറ്റിൽമെൻറ്റിന് വെച്ചു. പക്ഷേ നടന്നില്ല. ഒക്ടോബർ 30 ആയിരുന്നു സെറ്റിൽമെൻറ്റ് നടക്കേണ്ടത്, അതൊന്നും നടന്നില്ല. നവംബർ 2 വീണ്ടും ഇവർ ജപ്തിക്ക് വരികയാണ്. അന്നേരം വരുമ്പം എനിക്കൊരു കമ്മിറ്റിയിൽ ഇരിക്കുകയാണ് പഞ്ചായത്തിൽ.
അന്നേരം വിളിച്ച് എന്നോട് പറയുന്നു, ഉടനെ തന്നെ ഞങ്ങൾ വീട്ടിലോട്ട്, ബാങ്കുകാർ വിളിച്ച് പറഞ്ഞു ഉടനെ തന്നെ ഞങ്ങൾ വീട്ടിലോട്ട് വരികയാണ്, ജപ്തി നടപടികളായിട്ടാണ് വരുന്നത്, തീർച്ചയായിട്ടും ഇത് ജപ്തി നടപടിയായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. അന്നേരം എനിക്കന്നേരം വേറെ ഒന്നും തോന്നിയില്ല. ഞാൻ അന്നേരം അവിടെ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട്. മാതാവിൻ്റെ അരികിലേക്ക് ഞാൻ ഓടിച്ചെന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ മാതാവേ, എനിക്ക് ആരും ഒരു തുണയില്ല, അമ്മ മാത്രമേ ഉള്ളൂ, അമ്മ എന്നെ ഇതിനു വേണ്ടി ചെയ്തു കൊള്ളണം, അല്ലാതെ ഈ ഒരുത്തരുടെ ഒരു സഹായത്തിന് ചോദിക്കാൻ പോലും ഒരവസ്ഥ എനിക്ക്, അമ്മ തന്നെ ഇടപെട്ടുകൊള്ളണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പള്ളിയിലിരുന്ന് കൊന്നുചൊല്ലി. എന്നോട് തിരിച്ച് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു, ഒരു കാരണവശാലും ജീന വീട്ടിൽ പോകരുത്, പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പപ്പയും മമ്മയും ഇറക്കി വിടും, അവർ പ്രായമായതായതുകൊണ്ട് അവരെ ഒരു കാരണവശാലും ഇറക്കി വിടാനുള്ള ചാൻസ് ഇല്ല, അതുകൊണ്ട് പോകണ്ടെന്ന് പറഞ്ഞു. ആ ഒരു കാരണത്തോ എനിക്ക് വീട്ടിൽ പോകാനും പറ്റുന്നില്ല. ഞാൻ വീട്ടിൽ പോയിട്ട് ഇറക്കി വിടുകയാണെങ്കിൽ എല്ലാവരും പറയും ജീന ചെന്നതുകൊണ്ടാണ് ഇറക്കി വിട്ടത്, ആൾക്കാർ കൈപ്പറ്റായില്ലായിരുന്നു അവരെ ഇറക്കി വിടാതിരിക്കും. അങ്ങനെ സങ്കടപ്പെട്ട് ഞാൻ വീട്ടിലിരിക്കുകയാണ്. വീട്ടിലിരുന്ന് ഞാനത് കഴിഞ്ഞപ്പം പള്ളിയിൽ നിന്ന് ഇറങ്ങി ഞാനത് കഴിഞ്ഞ് താഴെ ഒരു അവിടെ തന്നെ ഞങ്ങളുടെ വീടിനടുത്ത് താഴെ തന്നെ ഒരു വീട്ടിൽ പോയിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാണേലും സന്ധ്യ വരെ നോക്കിയിട്ട് ഇവരെന്നാണേലും പപ്പയും മമ്മയും ഇറക്കി വിട്ടു. ആകെ ഇവിടെ ഒരു സാധനം പോലും എടുക്കാൻ പോലും സാധിച്ചില്ല. ഇവർ രണ്ടുപേരെ, അവർക്ക് ഒത്തിരി മരുന്നുകളുണ്ട്, ഒത്തിരി അസുഖങ്ങളുള്ള മനുഷ്യർ, എന്നാ പറയുന്നത്, ഉടുത്തിരുന്ന തുണിയും മരുന്നുമല്ലാതെ ഒന്നും എടുക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരവസ്ഥ, അത് അനുഭവിച്ചാൽ മാത്രമേ അറിയത്തുള്ളൂ. ഇവർക്ക് എങ്ങോട്ട് പപ്പ അന്നേരം ഒറ്റയൊരു വാക്ക് പറഞ്ഞു, ഞാൻ എൻ്റെ തമ്പുരാൻ്റെ കൈ പിടിച്ച ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തിരിച്ചെന്നെ എൻ്റെ തമ്പുരാൻ തന്നെ വീട്ടിൽ കയറ്റും, അത് ഉറപ്പായ കാര്യമാണെന്ന്. അതുപോലെ തന്നെ അങ്ങനെ അത് മുന്നോട്ട് പോയതിന് എന്നാണേലും ഞങ്ങൾക്ക് രാത്രിയായി അന്ത്യം ഉറങ്ങാനൊരു എനിക്ക് എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. അത് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയില്ല. അന്നേരം തന്നെ മമ്മിയുടെ അനിയത്തി ഒരു ആൻറ്റി ഉണ്ട്. ആൻറ്റി പറഞ്ഞു, നിങ്ങൾ വേറൊരിടത്തും പോകണ്ട, ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞു. അങ്ങനെ മമ്മിയുടെ അനിയത്തിയുടെ വീട്ടിലോട്ട് ചെന്നു. അവർ ഈശോയും മാതാവും എങ്ങനെ കാക്കുന്നു അങ്ങനെ ഇന്ന് വരെ അവരെ കാത്തു പരിപാലിച്ചു. അതിന് ദൈവത്തിന് എന്തേലും നന്ദി പറഞ്ഞാലും പറ്റുകയില്ല. അതിനിടയ്ക്ക് തന്നെ ഞങ്ങൾ ഇവിടെ വന്ന് ഇതിനു മുമ്പായിട്ട് ഞങ്ങൾ ജോസഫച്ചന് ഞങ്ങളുടെ ഉടമ്പടി പുതുക്കിയിട്ടില്ലായിരുന്നു. ഞങ്ങൾ ഉടമ്പടി പുതുക്കാനായിട്ട് വന്നു. പുതുക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ജോസഫച്ചൻ്റെ കയ്യിൽ നിന്ന് ഈ ആധാരം ഒന്ന് കാണിച്ച് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ബ്ലെസ്സിങ് വാങ്ങിക്കണം ഞങ്ങൾക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ആധാരം വെച്ച് ഞങ്ങൾ ബ്ലെസ്സിങ് വാങ്ങിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു 17 ഒരു ഡേറ്റ് കാണിക്കുന്നെന്ന്. ആ 17 പറയുന്ന ഡേറ്റ് കാണിച്ച് അന്ന് രാവിലെ തന്നെ തൊട്ട് എനിക്കും മമ്മിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനും മമ്മി ഉടമ്പടി എടുത്തതാണ്. എന്നാലും എന്തോ ഒരു സങ്കടം ഞങ്ങൾക്ക് വരാനുണ്ടെന്ന് ഞങ്ങൾക്ക് അന്ന് രാവിലെ തൊട്ടേ അറിയായിരുന്നു. അന്ന് വൈകുന്നേരം ഈ 17 പറഞ്ഞ ഡേറ്റിൻ്റെ അന്നാണ് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നത്. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അത് കഴിഞ്ഞപ്പോൾ ഞാനത് കഴിഞ്ഞ് ഇവിടെ വന്ന് വീണ്ടും ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കി അങ്ങനെ മുന്നോട്ട് പോയി. അതിനിടയ്ക്ക് ഒത്തിരി മനുഷ്യരുടെ ആരോപണങ്ങൾ, നമ്മളെ ഇറങ്ങി ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ മനുഷ്യർ എപ്പോഴും നമ്മളെ കുറ്റപ്പെടും. എന്തിന് ആധാരം കൊടുത്തത്, അത് അവനവൻ്റെ കൈക്കലിരിക്കേണ്ടതല്ലായിരുന്നു, അവനവൻ്റെ തലക്കലിരിക്കേണ്ട സാധനം കൊടുത്തിട്ട് പിന്നെ ആരോട് പറയാനോ ഇങ്ങനെയുള്ള കുറ്റപ്പെടുത്തലുകൾ, പിന്നെ നമ്മൾ കേൾക്കാൻ മേലാത്ത ഒത്തിരി ആരോപണങ്ങളുമായിട്ട് നമ്മളെ മാനസികമായിട്ട് വല്ലാണ്ട് തളർത്തിയ സമയം. പക്ഷേ മാതാവും ഈശോയും ഞങ്ങളെ ഒരു തരത്തിലും തളർത്തിയില്ല. ഞങ്ങളുടെ കൂടെ കൈപിടിച്ച് എങ്ങനെ നടത്തിയെന്ന് ചോദിച്ചാൽ ഈ നിമിഷം വരെ ഞങ്ങളെ തളരാതെ തമ്പുരാൻ ഞങ്ങളെ കൈപിടിച്ച് മുന്നോട്ട് നടത്തി. അത് കഴിഞ്ഞ് എൻ്റെ ചേച്ചി അനിയത്തിയും കുവൈറ്റിലാണ്. ജോസഫച്ചൻ 8-ാം തീയതി കുവൈറ്റിൽ ചെല്ലുന്നുണ്ട്. ചെന്ന സമയത്ത് ഈ സങ്കടം അച്ഛനോട് പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് അച്ഛൻ്റെ അരികെ ചെന്നു. അച്ഛൻ്റെ അരികെ ചെന്ന് കഴിഞ്ഞപ്പം അച്ഛൻ ഇവരോട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു 77 എന്നൊരു ദിവസം എനിക്ക് കാണിച്ചു തരുന്നെന്ന്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയായിട്ട് മുന്നോട്ട് പോയി. ഈ 77-ാമത്തെ ദിവസം ഞാൻ ഇങ്ങനെ സന്ധ്യയായിട്ട് ഒരു അനക്കവും ഇല്ല. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ഉടനെ ഞാനിങ്ങനെ മാതാവിനോട് ചോദിച്ചു, മാതാവേ, നീ 77 ദിവസം എന്നോട് പറഞ്ഞതല്ലേ, ഞങ്ങളോട് പറഞ്ഞിട്ട് തന്നെ ഒരു അനക്കവും ഇല്ലല്ലോ, ഇനി എന്നാ മാതാവേ ഞങ്ങൾ ചെയ്യുക, ഞങ്ങൾക്ക് തിരിച്ച് വീട് കിട്ടാൻ ഒരു മാർഗ്ഗമില്ലേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഈ ആൾ ഞങ്ങളെ വിളിക്കുന്നു, ജീന, ഒരത്ഭുതം നടന്നു, മാതാവ് ഈശോയും നമ്മുടെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഒരു കാരണവശാലും വിട്ടുപോകാത്ത ഒരു മനുഷ്യൻ ഈ സ്ഥലം എടുക്കാനായിട്ട് ഈ ലോൺ തിരിച്ചടയ്ക്കാമെന്നും പറഞ്ഞ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനൊരു തീരുമാനം ഉണ്ടാകും. അത് ജനുവരി 26-ാം തീയതി ആയിരുന്നു. അതിനു മുമ്പ് ഞങ്ങൾക്ക് വീടിൻ്റെ ജപ്തിയായിട്ട് ഡേറ്റ് വന്നു. 28-ാം തീയതി ഫെബ്രുവരി 28-ന് നമ്മുടെ ലേലം നടക്കുകയാണ് വീടിന്.
ഇതെല്ലാം അറിഞ്ഞ് ഞങ്ങൾ പപ്പയ്ക്കൊക്കെ ഭയങ്കര വിഷമമായി. അതിനിടയ്ക്ക് വീട് നോക്കാനായിട്ട് ഓരോരുത്തർ വരുന്നു. ജപ്തി നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ സാധനം, നമ്മളൊരു സാധനം ഇറക്കിയിട്ടില്ല, അതെല്ലാം അതുപടി തന്നെ ഇരിക്കുക. ഇതെല്ലാം ഇറക്കണം എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ പ്രസംഗ്. ഇങ്ങനെ നമ്മളെ ഓരോ തരത്തിലും ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ തന്ന് നമുക്ക് വേദനകൾ തന്ന് ഇത്രയും ദിവസവും പോയത്. അന്നേരം എല്ലാം മാതാവ് എന്തെങ്കിലും നല്ലൊരു വചനം ഈശോ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുക. ആ വചനത്തിൻ്റെ ബലത്തിൽ നമ്മൾ മുന്നോട്ട് പോകും. അങ്ങനെ എനിക്ക് എപ്പം നടന്നാലും യേശയ്യാ 45:2 ആ വചനം എപ്പോഴും എൻ്റെ മനസ്സ് വരും. ഞാൻ അങ്ങനെ ആ വചനം എപ്പോഴും ചൊല്ലി ഇങ്ങനെ നടക്കും. അതുപോലെ പുറപ്പാട് 14:14 ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്ത് നിങ്ങൾ ശാന്തരായിരുന്നവൻ, ഇങ്ങനെയുള്ള വചനങ്ങളൊക്കെ തന്ന് ഈശോ നമ്മളെ ഒത്തിരി ഇങ്ങനെ ഒരുക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ഇതിനിടയ്ക്ക് ഞാൻ 90 ദിവസം ഫെബ്രുവരി 2 ആകുമ്പം അന്നേരം എൻ്റെ വിചാരം 90 ദിവസം ആകുമ്പോഴത്തേക്കും മാതാവ് എന്തെങ്കിലും ഒരു അനുഗ്രഹം തരും എന്ന് ഓർത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിക്കും. അന്നേരം ഫെബ്രുവരി മാസത്തിലെ എൻ്റെ ബർത്ത്ഡേ. അന്നേരം ഫെബ്രുവരി 2 ഒന്നും നടന്നില്ല. ഇതിപ്പോൾ ഈ 26-ാം തീയതി ഇങ്ങനെ ആൾ വന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കാര്യമൊന്നും നടന്നില്ല. അന്നേരം എൻ്റെ മോൾ എന്നോട് പറഞ്ഞു, അമ്മയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് മാതാവ് ഉറപ്പായിട്ടും ഈ കാര്യം നടത്തി തരും, അമ്മ നോക്കിക്കോളാൻ പറഞ്ഞു. അന്നേരം അതുപോലെ തന്നെ മമ്മി അന്നേരം ഫെബ്രുവരി 15 ഒരു ഡേറ്റ് ഇട്ട് മമ്മിയും പ്രാർത്ഥിച്ചു ഫെബ്രുവരി 15 ആകുമ്പോഴത്തേക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാകണമെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചു. ഫെബ്രുവരി 15-ാം തീയതി വൈകുന്നേരം 1 കോടി രൂപ അടയ്ക്കുമെന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു. പക്ഷെ അന്ന് നടന്നില്ല. 16-ാം തീയതി 1,05,00,000 രൂപ ഈ മനുഷ്യൻ ബാങ്കിൽ കൊണ്ടുപോയി അടച്ചു. അത് നമുക്കൊരു ഭയങ്കര എല്ലാവർക്കും ഒരു ആശ്വാസമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും ഇതിന് ഒത്തിരി പേപ്പർ വർക്കുകളുണ്ട്, ഇതൊന്നും നടക്കുന്നില്ല. ഫെബ്രുവരി 28 നമ്മുടെ ലേല നടപടി നടക്കുന്ന ദിവസമാണ്. നമ്മളിങ്ങനെ വേദനിച്ചിരിക്കുന്നു. അങ്ങനെ എന്നാടേലും ഫെബ്രുവരി 28 ഇന്നലെ ലേലം നടക്കേണ്ട ദിവസമാണ്. ഇന്നലെ ഈ 4,20,00,000 രൂപയും ഈ മനുഷ്യൻ തന്നെ അടച്ച് ഞങ്ങൾക്ക് ഇനി ബാക്കി നടപടികളുണ്ട്, ആധാരം തിരിച്ചു കിട്ടാനുണ്ട്, അതിനൊക്കെ ഉള്ള നടപടികൾ പൂർത്തിയാകാനുണ്ട്. എന്നാലും അമ്മ മാതാവും ഈശോയും ഞങ്ങളെ കൈപിടിച്ച് ഇതുവരെ നടത്തി. ഇതിന് 100 കോടി നന്ദി പറയുന്നു. ഇതിനൊക്കെ ഒരു തളർച്ച പോലും തരാതെ മാതാവ് ഇതുവരെ ഞങ്ങളെ കാത്തു പരിപാലിച്ചതിന് ഇതിനിടയ്ക്ക് എനിക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ. ഞാൻ അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് ഞാൻ ചെയ്യുമായിരുന്നു. ഞാൻ അന്ന് എന്നെ വേദനിപ്പിച്ച് ആ ജൂലൈ 30 തൊട്ട് ഞാൻ അന്ന് തൊട്ട് ഉപവാസം. ഒരു നേരം ഞാൻ ഭക്ഷണം കഴിക്കത്തുള്ളൂ. ഉപവാസം എടുത്തുകൊണ്ട് ഞാൻ പറയല്ല. അന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് തിരിച്ച് ഈ സാധനം എൻ്റെ കയ്യിൽ തരാതെ ഞാനിനി ഒരു നേരം ഭക്ഷണം കഴിക്കും. അതുപോലെ തന്നെ ഞാൻ മീൻ, ഇറച്ചി ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞാൻ കഴിക്കില്ല. എനിക്ക് തിരിച്ച് ഈ സാധനം എൻ്റെ കൈ കിട്ടാതെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല. അതുപോലെ ഞാൻ ഈ മെമ്പറാണെങ്കിൽ പോലും ഞാൻ വാട്സപ്പ് മാത്രമല്ലാതെ വേറെ ഒരു മീഡിയകളും ഞാൻ ഉപയോഗിക്കുകയില്ല. ഇങ്ങനെയുള്ള അതുപോലെ യൂട്യൂബിലെ ഈ അച്ഛൻ്റെ ടോക്ക് കേൾക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ യൂട്യൂബ് ഉപയോഗിക്കുന്നത്, അല്ലാതെ വേറെ ഒരു കാര്യങ്ങളും ചെയ്യലെന്ന് അന്ന് ഞാൻ മാതാവിനോട് പ്രതിജ്ഞ ചെയ്ത് അത് ഇതുവരെ ഞാൻ അതുപോലെ പാലിച്ചു പോന്നു. അതുപോലെ ഞാൻ രാത്രിയായി കഴിഞ്ഞാൽ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഞാൻ എൻ്റെ മുറിയിൽ ഞാൻ മണൽ വിരിച്ച് ഞാൻ പ്രാർത്ഥിക്കും. അമ്മയോട് കൊന്തചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ഞാനിങ്ങനെ ഈ ഒരു കാര്യം നടന്നു കിട്ടാൻ എല്ലാ മനുഷ്യരും ഞങ്ങളോട് പറഞ്ഞു, ഇനി ആ വീട് സ്ഥലവും നിങ്ങൾ സ്വപ്നം കാണണ്ട, അത് അതുവഴി പോയതാണ്. അന്നെല്ലാം ഇന്നും പറയുന്നു, ഞങ്ങളുടെ ഈശോ ഇന്നും ജീവിക്കുന്ന ഈശോ ഞങ്ങൾക്ക് ഈ കാര്യം നടത്തുന്നത് എന്ന് പറയുന്നതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം നടത്തി തന്നു. ഇതിനിടയ്ക്ക് ഒത്തിരി ഈ സമയത്ത് തന്നെ എന്നോട് ഒത്തിരി പ്രാർത്ഥനാ സഹായങ്ങൾ ചോദിക്കുന്ന ആൾക്കാർക്ക് എനിക്കറിയത്തില്ല, മാതാവ് തന്നെ ഇടപെട്ട് എന്നോടൊരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് പിറ്റേ ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് സമർപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ ഒത്തിരി വേഗം നടക്കുന്നത് പോലെ എന്നെ നമ്മൾ ഈ വേദന സഹിച്ചിട്ടായിരിക്കും നമ്മളെ തമ്പുരാൻ ഇത്രയും ഒരുക്കി ആ കാര്യങ്ങളൊക്കെ ഒത്തിരി വേഗം നടത്തി കൊടുക്കുവാനൊക്കെ തമ്പുരാൻ അനുഗ്രഹിച്ചു. തമ്പുരാന് 100 കോടി നന്ദി പറയുന്നു. അതിൽ പപ്പായുടെ ഞാനൊന്ന് കൊടുക്കാം. പപ്പായ്ക്ക് ഇതിൻ്റെതായ കാര്യങ്ങൾ ഒത്തിരി പറയാനുണ്ട്. പപ്പായെ തമ്പുരാൻ ഒത്തിരി കൈപിടിച്ച് നടത്തി. പപ്പായ്ക്ക് മേലാത്തയാണെങ്കിലും ഒരു അസുഖം വരുത്താൻ ഇത്രയൊക്കെ കാത്തു പരിപാലിച്ച് കൊണ്ടുവന്നതിന് ഈശോയോട് നന്ദി പറയാൻ ഞാൻ പപ്പായുടെയിലേക്ക്. ദൈവപിതാവിനും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ ജോസഫച്ചന് കൈവെപ്പ് ശുശ്രൂഷയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹത്തിന് കോടാനുകോടി നന്ദി പറയുന്നു. അനേകായിരം മക്കൾക്ക് ഈ ഞങ്ങളുടെ സാക്ഷ്യം വളരെ ഉപകാരപ്രദമായിരിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. പിന്നെ ഞങ്ങളെ വീട്ടിൽ ആധാരം കൊടുത്തിട്ട് ഞങ്ങളെ വീട്ടിൽ ജാമ്യം എന്ന് പറയും അത് മാത്രം ചെയ്തേ ഉള്ളൂ. ഞാനൊരു പ്രതിഫലവും മേടിക്കാതെ കൊടുത്തതാണ്.
ഇത് ഈ കേട്ടിരിക്കുന്ന എല്ലാവർക്കും സാക്ഷ്യമായിരിക്കണം. ഇനി ഒരു കാരണവശാലും നമ്മുടെ ആധാരം എത്ര അപ്പനല്ല അമ്മയല്ല ആര് എന്ന് പറഞ്ഞാലും ആർക്കും കൊടുക്കരുത്. എൻ്റെ സാക്ഷ്യം അതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ തമ്പുരാൻ എന്നെ നല്ലപോലെ, ഞാൻ പണ്ട് മുതലേ ദൈവവിശ്വാസിയാണ്, ഒരിക്കലും ദൈവത്തിൽ നിന്നകന്നിട്ടില്ല. ഏത് പ്രതിസന്ധികളിലും ഞാൻ ഉറച്ചു നിന്നു. എല്ലാവരും പറഞ്ഞു പോയി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ തമ്പുരാൻ എന്നെ കൈവിടുകയില്ല. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവത്തിന് അസാധ്യമായത് മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ലൂക്ക 18:27. അതുപോലെ ഒരു വചനവും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തിക്കളാം കേട്ടോ. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിൽ സമൃദ്ധി നൽകും, നിൻ്റെ അസ്ഥികൾ ബലപ്പെടുത്തും, നനച്ച പൂന്തോട്ടം പോലെയും വറ്റാത്ത അരുവി പോലെയും നിന്നെ നയിക്കും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അത് യെശയ്യാ 58:11. പിന്നെ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. എൻ്റെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ ഒരിക്കലും ഉപേക്ഷിക്കുന്ന ദൈവമല്ല, നമ്മുടെ സജീവനായ ദൈവമാണ്. അത് എൻ്റെ സാക്ഷ്യം കൊണ്ട് ഉറപ്പ് തരികയാണ്. ദൈവത്തെ ഒരിക്കലും നമ്മൾ മറന്ന് ജീവിക്കരുത്. ഇനി ഞങ്ങളുടെ ജീവിതം, എനിക്കിനി അധികം കാലമില്ല. അത്രയും കാലം ദൈവത്തെ അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ കൂടുതൽ അറിയിക്കാനുമായിട്ട് എൻ്റെ ജീവിതം ദൈവത്തിനായി കാഴ്ചവെക്കുന്നു. എന്നെക്കൊണ്ട് പറ്റുന്നതെല്ലാം നേരത്തെ ഇപ്പോൾ ഈ ജപ്തി ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയുകൊണ്ട് അങ്ങനെ വേറെ ഒരു വീട്ടിലാകുമ്പോൾ നമുക്ക് പുണ്യപ്രവർത്തികൾ അധികം ചെയ്യാൻ പറ്റിയില്ല. എന്നാലും പ്രാർത്ഥന, എൻ്റെ തമ്പുരാനോട് ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. എൻ്റെ ദൈവം എന്നെ കൈവിട്ടില്ല. എല്ലാത്തിനും ദൈവപിതാവിനും തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി കേട്ടോ. യെശയ്യാ 43:2 തിരുവചനം പറയുന്നു, സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല, അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. അഗ്നിയിലൂടെ നടക്കുകയില്ലെന്നല്ല, സമുദ്രത്തിലൂടെ കടന്നു പോകുകയില്ലെന്നല്ല, ഇതൊക്കെയുണ്ട്. ഇതൊക്കെ ജീവിതത്തിൽ വരും. തൻ്റെ 22 വർഷമായി ആധാരം തിരിച്ചു ലഭിക്കുന്നതും ഇന്നലെയാണ് ലേലം വിളിക്കേണ്ട ദിവസം. ഇന്നലെ എങ്ങനെയാണ് 4,20,00,000 രൂപ ബാങ്കിൽ അടയ്ക്കുകയും ഇവർക്ക് ആ ജപ്തിയിൽ നിന്നും അതുപോലെ ലേലത്തിൽ നിന്നുമൊക്കെ ഇവർക്ക് വിടുതൽ കിട്ടിയത് എങ്ങനെയാണ്. ലാസ്റ്റ് മൊമെൻ്റ് വരെ ഈ മക്കൾ, ഈ കുടുംബം കർത്താവിനെ ചേർത്ത് നിർത്തുന്ന കുടുംബമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി വന്നപ്പോഴും മറ്റുള്ളവരെ പരിഹസിക്കുമ്പോഴും എല്ലാം ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. ഒന്നിനൊന്നിന് തങ്ങളുടെ ഉപവാസവും പ്രാർത്ഥനയും കാരുണ്യ പ്രവൃത്തികളും അതിൻ്റെ ഡിഗ്രി കൂട്ടിയതേ ഉള്ളൂ. അങ്ങനെ ഈശോയെ ചേർത്ത് പിടിച്ച് നാം മുമ്പോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് നമുക്ക് മുമ്പേ പോയി പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യുന്ന തമ്പുരാൻ്റെ കരം നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കുക എന്നുള്ളതാണ് ഈ അനുഭവ സാക്ഷ്യം നമ്മോട് പറയുന്നത്. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം.